പ്രധാനമായും ഈ പുസ്തകം രചിക്കപ്പെട്ടത് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരു ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പൊതുവെ അതിനെതിരെ ഉള്ളൊരു വലിയ റെസിസ്റ്റൻസ് പല രീതിയിൽ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഫാസിസത്തെക്കുറിച്ച്, ഇന്ത്യൻ ഫാസിസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച ആഴമേറിയ വിശകലനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫാസിസം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിറ്റ്ലർ, മുസോളിനി ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കഥ പറഞ്ഞു കൊടുക്കും. കുറച്ചുകൂടി ലോകചരിത്രം പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ സലാസറോ അല്ലെങ്കിൽ ഫ്രാങ്കോയുടെയോ പേര് കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ പിനോഷ പോലെയുള്ള ആളുകളുടെ പേര് കൂട്ടിച്ചേർക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹിറ്റ്ലറുടെ ഫാസിസവും മുസോളിനിയുടെ ഫാസിസവും ഒക്കെ വെറും 10-15 കൊല്ലം മാത്രം നിലനിന്നിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അത്രേ നിന്നിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, അത് പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിലല്ല, മറിച്ച് രണ്ടാം ലോകയുദ്ധം എന്ന് പറയുന്ന സംഗതിയിലാണ്. രണ്ടാം ലോകയുദ്ധത്തിലാണ്, അതിനോടനുബന്ധിച്ചാണ് മുസോളിനി കൊല്ലപ്പെടുന്നതും അതുപോലെ തന്നെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസിസം എന്ന് പറയുന്ന എല്ലാം തന്നെ, എല്ലാ മാതൃകകളും ഈ ഇന്ത്യൻ ഫാസിസത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രം നിലനിന്നതും, മറിച്ച് യുദ്ധം പോലെയുള്ള വളരെ പെക്യുലിയർ ആയിട്ടുള്ള, വളരെ സവിശേഷമായിട്ടുള്ള സംഗതികളാൽ തുടച്ചു നീക്കപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഫാസിസം, ഇവിടെ ജോബിഷ് സൂചിപ്പിക്കുകയുണ്ടായി, ഒരുപക്ഷെ 1923 ഇന്ത്യൻ ഫാസിസത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ വി.ഡി. സവർക്കർ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 വർഷം ആയി. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ ഹിന്ദു ഫാസിസ്റ്റ് സംഘടന രൂപം കൊള്ളുന്നത്. അത് 1925 എന്ന് പറഞ്ഞാൽ അതിനും ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 100 വർഷമാവുകയാണ്.